our Honorable Minister has given a very detailed reply regarding the question on vector-borne diseases. Madam Speaker, we all know that the corruption in the medical education is spreading like the vector-borne diseases. Quite recently, it has been reported from my state and from my own constituency. Yes, Madam Speaker, from my own state. It has been reported in the national media also. Certain political party leaders have accepted bribe under the promise of giving sanction to a medical college. Rupees 5 crore 16 lakhs have been. It has been taken as bribe, and that has been routed through the Hawala, and it has reached Delhi also. It has reported in the national media. It is just like spreading like the vector-borne diseases. Madam Speaker, yesterday also we try to raise this issue on the floor of the House. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. വിനോദിനെ പുറത്താക്കി വിനോദയാത്ര തുടരാമെന്ന ബിജെപിയുടെ മോഹം പൂവണിയുമോ? ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ആശങ്കകൾ ഉയർത്തുന്നത്? ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം റദ്ദാക്കി നാളെ ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. എന്തൊക്കെയാണ് ബിജെപിയിൽ കേരള ഘടകത്തിൽ നടക്കാൻ പോകുന്നത്? ദേശീയ നേതൃത്വം ഏത് രീതിയിൽ ഈ കാര്യത്തിൽ നിലപാടെടുക്കും? ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. മെഡിക്കലിലെ മേഡിക്കൽ വിവാദത്തിൽ താമരയുടെ വാട്ടം കേന്ദ്ര നേതാക്കളിലേക്കും നീളുകയാണോ? കോർ കമ്മിറ്റി യോഗത്തിൽ ഭൂകമ്പം പേടിച്ച് പനി വന്ന കുമ്മനത്തിന് നാളത്തെ ഭാരവാഹി യോഗം കരുതി വച്ചിരിക്കുന്നത് എന്ത്? കേന്ദ്രഭരണത്തിന്റെ തണലിൽ ഹവാലയും കള്ളനോട്ടടിയും കെങ്കേമമാക്കിയവർ RS വിനോദ് എന്ന ചെറുമീനിനെ പുറത്താക്കിയാൽ അഴിമതി കഥകൾ അവസാനിക്കുമോ? വിഭാഗീയതയുടെ മസാലക്കൂട്ടിൽ കുംഭകോണത്തിന്റെ ഞെട്ടിക്കുന്ന ചരിതങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുടിലതന്ത്രങ്ങൾക്ക് ചരട് വലിക്കുന്നത് ആര്? കോഴ വിവാദത്തിൽ മുഖം പോയ ബിജെപിക്ക് പുനഃസംഘടനയിലൂടെ തിരിച്ചുവരവ് സാധ്യമോ? ബിജെപി എങ്ങോട്ടേക്ക്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് ഡോക്ടർ PK ബിജു MP, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റോയ് മാത്യു, ഒപ്പം ബിജെപിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട RS വിനോദും അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ഡോക്ടർ PK ബിജു, ഇന്ന് ലോക്സഭയിൽ സമ്പത്ത് ചോദ്യോത്തരവേളയിൽ ഈ ബിജെപിയിലെ കോഴ വിവാദം എടുത്ത് ഇട്ടതാണ്. സ്പീക്കർ മൈക്ക് ഓഫാക്കി ശൂന്യവേളയിൽ വീണ്ടും അവതരിപ്പിക്കാൻ അവസരം തന്നില്ല. കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞതുമില്ല. എന്ത് സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉള്ളതായി ഇന്ന് മനസ്സിലാക്കുന്നത്? ഡോക്ടർ ലാല് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ ഇത് കൂടുതൽ ശക്തിയായി എടുക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ അഴിമതി വിമുക്തമായ ഒരു ഭരണമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അത് രാജ്യത്ത് BJP നേതാക്കന്മാർ തന്നെ അഴിമതിയുടെ വക്താക്കളാകുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർന്നു വരുന്നതിനെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രാവിലെ അടിയന്തര പ്രമേയത്തിന് ശ്രീ MP രാജേഷ് നോട്ടീസ് കൊടുത്തിരുന്നു. അടിയന്തര പ്രമേയത്തിന് പകരം 0 ഓവറിൽ പ്രശ്നം ഉന്നയിക്കാൻ കഴിയും, അതിന് അനുമതി നൽകാം എന്നാണ് ഏകദേശം ഒരു ധാരണ സ്പീക്കർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 0 ഓവർ കഴിയുന്നവരെ നോക്കി നിന്ന് സഭ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു സ്പീക്കറിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിനിടയിൽ ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള ചോദ്യോത്തരം നടക്കുന്ന സമയത്താണ് ബഹുമാനീയനായിട്ടുള്ള ആറ്റിങ്ങൽ MP ശ്രീ സമ്പത്ത് കേരളത്തിലെ MCയുമായി ബന്ധപ്പെട്ടുള്ള കോഴ വിവാദത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതും. സമ്പത്തിൻ്റെ സൂചന വന്നതോടുകൂടി സ്പീക്കർ തന്നെ സമ്പത്തിനുള്ള മൈക്ക് വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാപ്തി മുമ്പത്തേക്കാൾ കൂടുകയാണ്. ഇത് ദേശീയ നേതൃത്വത്തിലെ ആളുകൾ വരെ എത്തിയിരിക്കുന്നു. ഞങ്ങളന്ന് ഇത് ഉന്നയിക്കുന്ന സമയത്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ JP നദ്ദ അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്, അക്ഷോഭിനായിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള ഒരു വർത്തമാനം പറയുന്നില്ല. കാരണം 100 മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് ആരംഭിക്കുന്നതിന് വേണ്ടി ലോധ കമ്മീഷനെ കമ്മിറ്റിയെ മറികടന്ന് BJPയുടെ
സാമ്പത്തിക സ്രോതസ്സായി ഇതിനെ മാറ്റാനുള്ള പരിശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് പശു മാത്രമല്ല, നല്ല കറവിയുള്ള പശുവാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി ചാകരയാക്കി കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടനിലക്കാരുടെ സഹായമില്ലാതെ കേരളത്തിലെ ഒരാൾക്കും അഴിമതി നടത്താൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഇത് ദേശീയ നേതൃത്വത്തെ എത്തിക്കുകയാണ്. ഇന്നിപ്പം അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ പ്രസ്താവന കണ്ടത്, ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല, പ്രാദേശിക നേതാക്കന്മാർ ചിലരാണ് കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചത് എന്ന് കൈകഴുകാനാണ് ദേശീയ നേതൃത്വം ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള ചില വാർത്തകൾ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ആഴം വളരെ വലുതാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുമ്പോൾ രാജ്യത്ത് BJP കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ മേഖലയിലെ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സർവകലാശാലകളിൽ, കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ, പോർട്ടിൽ, അതുപോലെ ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും പ്രതിഷേധം ഉയർത്തിയെന്നതിനാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം ആണ് ഈ കാര്യത്തിൽ കൃത്യമായി വിമർശനം ഉന്നയിച്ച് സഭ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയത്. കോൺഗ്രസും സഭ ബഹിഷ്കരിച്ചു. പക്ഷേ കർഷകരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണോ കോൺഗ്രസിനുമുള്ളത്? എന്താ സംശയമുള്ളത്? ഇന്നലെ KC വേണുഗോപാൽ ഇത് ഉന്നയിച്ചു, രാജേഷ് ഉന്നയിച്ചു. ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇപ്പോൾ ഒരു രാജേഷിന് പുറത്താക്കേണ്ട ഇഷ്യൂ തരുമോ? ഇത് മധ്യപ്രദേശിൽ 2-3 വർഷം മുമ്പ് നടന്ന ഈ മെഡിക്കൽ ഫീൽഡ് ബന്ധപ്പെട്ട വലിയ അഴിമതി നടന്ന കുറേ അധികം പേര് കൊല്ലപ്പെട്ടു, സാക്ഷികളായിട്ടുള്ളവർ. ഇതും ഏകദേശം 70-100 മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഉള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇവിടെ കൊടുത്തു എന്ന് പറയുന്നത് 5,60,00,000 ആ റേറ്റ് കണക്കൂടി എത്ര കോടി അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര നേതൃത്വം അറിഞ്ഞു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് അവർ ചർച്ച ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പങ്കില്ല. അവർക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒരു ചെറിയ മീനിനെ അവർ പുറത്താക്കിയത്? അപ്പോൾ ഇത് ഇവർക്കെല്ലാം അറിയാം, കേരളത്തിലെ ചില നേതാക്കൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് ദേശീയ തലത്തിൽ ആണ് നടപ്പാക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ കുറിച്ച് വലിയ വ്യാപകമായ പരാതി നേരത്തെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഇടപെട്ടൊരിക്കൽ CBI അന്വേഷണം വന്നു. അപ്പോൾ വളരെ അഴിമതിയുടെ സ്വഭാവമുള്ള മുഖമുദ്രയുള്ള ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുമായി കൂട്ടിയേർന്ന് BJPയുടെ ഉന്നത നേതാക്കൾ നടത്തുന്ന ഈ അഴിമതി ഇത് അന്വേഷിച്ചേ പറ്റൂ. അത് ഏത് തരത്തിലുള്ളതെന്ന് പല അഭിപ്രായമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്തു, പക്ഷേ അതിന് ചില പരിമിതിയുണ്ട് ഡൽഹിയിൽ പോകാൻ. പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ CBI അന്വേഷണത്തെ ശ്രീ കോടിയേരി അംഗീകരിച്ചിട്ടില്ല, CPM അംഗീകരിച്ചിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളത് ഏതായാലും ശരി പ്രതിപക്ഷ പാർട്ടി ഒരുമിച്ച് നിന്ന് ഈ വലിയ കൊള്ളയെ എതിർക്കുക തന്നെയും കോൺഗ്രസ് തന്നെ മുൻപന്തിയിലുണ്ടാവും. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, അപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ശക്തമായി തന്നെ ലോക്സഭയിലും ഈ വിഷയം ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായൊരു മറുപടി ഇത് കാര്യത്തിൽ വരുന്നില്ല. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ, അതോ അവരുടെ കൂടി പ്രതീക്ഷയ്ക്കപ്പുറമായി കാര്യങ്ങൾ ലോക്സഭയിലേക്ക് എത്തിയത് കൊണ്ടാണോ, അതോ ഇപ്പോൾ വിനോദിനെ പോലെയുള്ള RS വിനോദിനെ പോലുള്ളവരെ പുറത്താക്കിയത് കൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൽ പോലും കേന്ദ്ര നേതൃത്വം തൃപ്തരല്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ വരുന്നത്. അപ്പോൾ എന്താണ് BJPക്ക് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം? ഈ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഏത് നിലപാടിലാണ്? കേന്ദ്ര നേതൃത്വത്തിന്റെ ഒഫീഷ്യൽ വക്താവിന്റെ പത്രസമ്മേളനം ഒരല്പസമയം മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴ നടന്നു എന്നല്ല കേന്ദ്ര നേതൃത്വം പറഞ്ഞത്, മറിച്ച് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞത്. ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പൈസ വാങ്ങാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ടും ഈ പണം ഡൽഹിയിൽ കൊണ്ടുപോയിട്ടും മെഡിക്കൽ കോളേജിന് അനുമതി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല. കാരണം ഇത് പഴയ UPA ഗവൺമെന്റ് അല്ല. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ കോടികൾ കൊടുത്താൽ, അതുപോലെ തന്നെ ചില സ്ത്രീകളെ കൊടുത്താൽ, ചില പെൺവാണിഭങ്ങളും എല്ലാം ഒരുമിച്ച് നടത്തിയാൽ പലതും നടക്കുന്ന ഒരു നാടായിരുന്നു ഈ രാജ്യം, ഈ മഹാഭാരതം. അതില് കോൺഗ്രസിലെ തന്നെ ഏറ്റവും വലിയ ചുമതലയിൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സെലക്ട് ചെയ്തിട്ടുള്ള മഹാൻ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിയർത്ത് കുളിച്ച് ചാനൽ മുറിക്കകത്തും പൊതുസമൂഹത്തിന്റെ മുന്നിലുമൊക്കെ ഇരുന്നത് എത്രയോ നാളുകൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയണം.
ഞങ്ങളുടെ പാർട്ടിക്ക് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഉയർത്തിയ അഴിമതിയല്ല. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ഒരു വ്യക്തി കൊടുത്ത പരാതിയെ തുടർന്ന് ആ പരാതിയിന്മേൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തു. അന്വേഷണം മുന്നോട്ട് പോയി, വിവിധ തലത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്തി. അവസാനം ആ നടപടിയെ തുടർന്ന് ഞങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്ന മീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ ചേരേണ്ട കോർ ഗ്രൂപ്പ് യോഗം, ഇപ്പൊ അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് അത് നാളെ രാവിലെ 8:30 മണിക്ക് ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെ നടപടിയെടുക്കേണ്ട ഒരു തീരുമാനത്തെ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ മറ്റു പല രീതിയിലൂടെ അത് ചർച്ച ചെയ്തപ്പോ ഇപ്പൊ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ചോദിക്കുന്ന ചോദ്യം BJP അഴിമതിക്കാരുടെ പാർട്ടിയാണോ എന്നാണ്. നേരെ മറിച്ച് ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളതല്ല പറയുന്നത്. ഈ മഞ്ഞുമല, ഇങ്ങനെ ഒരു മഞ്ഞുമല ഉണ്ടെങ്കിൽ, ഇപ്പോ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ പത്രസമ്മേളനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ മഞ്ഞുമലയുടെ തുമ്പാണെന്ന് പറയുന്നു. ശരി, ഒരു കാര്യം ചെയ്യാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും KPCCയുടെ പ്രസിഡന്റും ഒരു തീരുമാനം പ്രഖ്യാപിക്കട്ടെ. കഴിഞ്ഞ 3 വർഷമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് മെഡിക്കൽ കോളേജുകൾക്ക് കിട്ടിയ അനുമതിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നമുക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ തയ്യാറാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ നിലപാട്. പക്ഷേ ഈ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചത് ഒരു പരാതി പാർട്ടി പ്രസിഡന്റിന് വന്നപ്പോൾ പാർട്ടി പ്രസിഡന്റ് നിയോഗിച്ച ഒരു കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലാതെ കേന്ദ്ര സർക്കാർ ഈ പണവുമായി അങ്ങോട്ടേക്ക് ചിലർ എത്തിയപ്പോൾ മെഡിക്കൽ കൗൺസിലിൽ ഇടപെട്ട് അനുമതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോ വിജിലന്റായി നിൽക്കുന്ന ആരെങ്കിലുമോ പിടിച്ച് ഈ അഴിമതി ഇല്ലാതാക്കിയതല്ല. ഒരു പരാതി കാര്യം നടക്കാതെ വന്നപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉടമ കൊടുത്ത പരാതിയുടെ പുറത്ത് വന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ BJP അഴിമതി നടത്തിയിട്ടില്ല എന്നും കേന്ദ്ര നേതൃത്വത്തിന് ഈ കാര്യത്തിൽ പങ്കില്ല എന്നും എങ്ങനെ പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും പറയാൻ സാധിക്കുമല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പണം കൊണ്ടുപോയി കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, 5 കോടിയല്ല 1 കോടി രൂപയാണെങ്കിൽ പോലും ഇത് BJPയുടെ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ അഴിമതി നടന്നത് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ നമ്പർ 1 നേതാക്കന്മാരാണല്ലോ ഈ പണം വാങ്ങി കൊണ്ടുപോകുക. അതവിടെ കേന്ദ്രത്തിലെ BJPയുടെ നേതാക്കന്മാരായിരിക്കുമല്ലോ വാങ്ങുക. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ അഴിമതി. ഇപ്പൊ എന്താ സംഭവിച്ചത്? ശോഭാ സുരേന്ദ്രൻ, അത് വളരെ രസകരമായ ഒരു കണ്ടുപിടുത്തമാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ കള്ളം ചെയ്യുന്നവർ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് ഒളിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് അവർക്കറിയാം. മുൻനിരയിൽ നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാവം മുഖങ്ങളെ വെച്ചുകൊണ്ട് ഈ പുറകിൽ നിൽക്കുന്ന പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കളിക്കുക. അപ്പോൾ ഇവിടെ ചിലരുടെ പേരുകൾ മുമ്പോട്ട് വരുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെയുള്ള ചില മുഖങ്ങളെ മുൻനിർത്തി ഈ കളിച്ച ആളുകൾ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ലോക്സഭയിൽ ആവശ്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മിണ്ടാതിരിക്കുന്നത്? അല്ല, അതെ, കേന്ദ്ര സർക്കാരിനറിയാം ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തലകുത്തി മറിഞ്ഞു നോക്കിയിട്ടും നാളിതുവരെ ഒരു അഴിമതിയുടെ ഒരു കറ പോലും ഈ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ സംശയിക്കുന്നത് അതല്ല. ഇപ്പൊ ഞങ്ങൾ സംശയിക്കുന്നത് ഇപ്പൊ ഡൽഹിയിലുള്ള ഈ നായർ, എന്താ സതീഷ് നായർ, ഞങ്ങൾ ആരും അറിയാത്ത ഈ സതീഷ് നായർ അങ്ങനെയാണെങ്കിൽ മഞ്ഞുമലയുടെ ഒരു തുമ്പാണെങ്കിൽ സതീഷ് നായർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ മെഡിക്കൽ കോളേജ് പണം കൊടുത്ത് വാങ്ങിക്കൊടുത്തതിൽ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉണ്ടാകും. ശരി, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പോൾ ആവശ്യം ഇതാണല്ലോ. ഇപ്പോഴത്തത് മാത്രം പോരാ, കഴിഞ്ഞ 3 വർഷത്തതും അതിനു മുമ്പുള്ള 5 വർഷത്തതും അന്വേഷിക്കണമെന്നാണല്ലോ. അപ്പൊ അത് അന്വേഷിക്കുന്നതിൽ ആരെയാണ് പേടിക്കുന്നത്? കേന്ദ്ര സർക്കാരിന് ഉത്തരവിടാമല്ലോ. അല്ല, ഇവിടെ എന്തിനാണ് ഒരു ഗവൺമെന്റ്? കേരളത്തിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു വിജിലൻസ് അന്വേഷണം വെച്ചിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു CBI അന്വേഷണം. കേരളത്തിലെ വിജിലൻസിന് പരിമിതി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ കാര്യത്തിൽ സതീഷ് നായർ ഡൽഹിയിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കട്ടെ, ആർക്കാ തടസ്സം? ശരി, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ദയവായി തുടരുക. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഞാൻ അനുമോദിക്കുകയാണ്. ഇത്തരം ഒരു ചർച്ചയിൽ കൈരളിയിൽ വരുന്നതിന് പലർക്കും, പല BJP നേതാക്കൾക്കും താല്പര്യം ഇല്ലായിരുന്നു, ഒരുപക്ഷെ ഭയം തന്നെയായിരുന്നു. അത് മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചയിലേക്ക് എത്തിയതിനുള്ള അനുമോദനം ആദ്യം അറിയിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം റോയ് മാത്യുവിലേക്കും മറ്റതിഥികളിലേക്കും ശോഭാ സുരേന്ദ്രന്റെ മറുപടിയിലേക്കും എത്താം. ശ്രീ റോയ് മാത്യു, BJPയുടേതായിട്ടുള്ള വലിയ പ്രതികരണങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ടില്ല. ശോഭാ സുരേന്ദ്രനാണ് പ്രധാനമായി ഈ കാര്യത്തിൽ പ്രതിരോധം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ BJP തന്നെ ഈ കാര്യങ്ങൾ കണ്ടെത്തി നടപടിയെടുത്ത് മെഡിക്കൽ കോളേജ് കൊടുത്തില്ല, അങ്ങനെ ഒരു ധീരമായ നടപടിയെടുത്ത് ഒരാളെ പുറത്താക്കിയിരിക്കുന്നു, ചരിത്രത്തിൽ അഴിമതിയില്ലാത്ത പാർട്ടി എന്ന വലിയ ഖ്യാതി തുടരുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
ഈ ശോഭാ സുരേന്ദ്രൻ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡീൽ നടക്കാതെ പോയത്. 5,60,00,000 രൂപ കിട്ടി സതീഷ് നായരും അദ്ദേഹത്തിൻ്റെ അനുയായികളും. ബാക്കി 17 കോടി രൂപയായിരുന്നു ഇതിൻ്റെ ടോട്ടൽ ഡീൽ എന്ന് പറയുന്നത്. ബാക്കി പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഡീൽ സ്ട്രൈക്ക് ചെയ്യാതെ പോയത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് 17.5 കോടിയുടെ ബാക്കി കിട്ടാത്തത് കൊണ്ട് 5,60,00,000 കിട്ടിയുള്ളൂ. ബാക്കി 3/2 കിട്ടാനുള്ളത് കൊണ്ടാണ് ഈ ഡീൽ നടക്കാതെ പോയെന്നാണ് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. സതീഷ് നായർ അതുകൊണ്ടാണ് മുന്നോട്ട് പോകാതിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്തുവാണ് നടന്നിരിക്കുന്നത്? ഈ ഡീലിനകത്ത് ഏറ്റവും രാജ്യരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഹവാല ഇടപാടിലൂടെയാണ് ഈ 5,60,00,000 രൂപ കേരളത്തിൽ നിന്നും സതീഷ് നായരിലേക്ക് എത്തിയെന്ന് തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? പെരുമ്പാവൂരുള്ള ഒരു മുസ്ലിം ഹവാലക്കാരനുമായി ചേർന്നാണ് പണം എത്തിയത്. ഹവാല ഇടപാട് അംഗീകരിക്കുകയാണോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഡീനോട്ടിഫിക്കേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മോദിയുടെ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയത്? ഈ നോട്ടുകൾ പിൻവലിച്ച എന്തിനാണ്? കള്ളപ്പണ വ്യാപനം തടയാൻ, ഹവാല ഇടപാടുകൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡിമോണിറ്റൈസേഷൻ നവംബർ 8 നടപ്പിലാക്കിയത്. അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ഡീലാണിത്. 5,60,00,000 രൂപ ഹവാല ഇടപാട് വഴി BJP നേതാക്കൾക്ക് എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ. അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ കറപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് രാജ്യദ്രോഹ കുറ്റം. ഇതാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഏറ്റവും വലിയ ഇടപാടാണെന്നാണ്. കേവലം മെഡിക്കൽ കോളേജിന് ഒരു അംഗീകാരം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം. ഇതാണ് നമ്മുടെ രാജ്യരക്ഷയെ ബാധിക്കുന്ന ഏറ്റവും. ഇത് CPM-കാരോ കോൺഗ്രസ്സുകാരോ അല്ല ചെയ്തിരിക്കുന്നത്. ഇത് BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും അവരുടെ സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പുള്ള സഹകരണ സെല്ലിന്റെ ഉത്തരവാദിത്ത കൺവീനറുമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട. പിന്നെ ആരാണ്? ഒരു MP-യുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ണദാസ് ഇല്ലേ, സതീഷ് നായർ, ഈ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളത്. പിന്നെ BJP-യുടെ പ്രസിഡന്റിന്റെ അടുത്ത അനുയായിയായ രാകേഷ് ശിവരാമൻ. ഇവരൊക്കെ നിസ്സാരക്കാരാണോ? അപ്പൊ അതാണ് ഇങ്ങനെ പറഞ്ഞ ഏറ്റവും വലിയ ക്രൈം. അതായത് ഹവാല ഇടപാട്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ്. അതായത് 3 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് കേവലം ഒരു മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷനോ അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ പ്രശ്നമല്ല. ഇത് രാജ്യരക്ഷയെ ബാധിക്കുന്ന രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഇത്തരം BJP-യുടെ പ്രവർത്തകരോടുള്ള പാർട്ടിയുടെ സമീപനം ഇതാണോ? ഇത് വേറൊരാളായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് പറഞ്ഞേക്കുന്നത്? ഇവരെ പാകിസ്ഥാനിലേക്ക് വിടണം, ഇവരെ ചൈനയിലേക്ക് വിടണമെന്നല്ലേ പറയുന്നത്? അതാണ് ഇവിടെ ബേസിക് ഇഷ്യൂ ചോദിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് ആ ലെവലല്ല. ഇത് കേവലം മെഡിക്കൽ കോളേജിന്റെ ഒരു അംഗീകാരത്തിന്റെ പ്രശ്നമായി കാണരുത്. അതല്ല ഇതിനകത്തെ ബേസിക്. അത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ നടക്കുന്ന ഒരു ചെറിയ കറപ്ഷൻ. ശരി, PK ബിജുവിലേക്ക് ഡൊമിനിക് പ്രസന്റേഷനിൽ വരുന്നതിന് മുമ്പ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഹവാല നടപടികൾ, കുഴൽപ്പണം ഏർപ്പാടുകൾ, ഇതൊന്നും ഉണ്ടാകില്ല ഈ പുതിയ നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ഘട്ടത്തിൽ എന്നുള്ളതാണല്ലോ ഈ സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അഥവാ അബദ്ധത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന് വലിയ ചീത്തപ്പേരല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുകയും അതിൻ്റെ പിന്നിലുള്ള ആളുകളെയും കണ്ടെത്താൻ ഏറ്റവും ആദ്യം ചാടി വരേണ്ടത് നരേന്ദ്രമോദി സർക്കാരല്ലേ? ആ കാര്യം എന്തുകൊണ്ടാണ് കണക്കിലെടുക്കാത്തത്? ഇതിനെക്കുറിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ ന്യായീകരിക്കുന്നത് കൃത്യമായ അറിവിന്റെ വെളിച്ചത്തിലാണോ, അതോ നിങ്ങളുടെ വിശ്വാസമാണോ ഞങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ ചെയ്യില്ല എന്ന്? അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. കാരണം രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി എടുത്ത തീരുമാനം കേരളത്തിൽ നടപ്പിലാവില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മണ്ണിൽ ഹവാലക്കാരും കുഴൽപ്പണക്കാരും ഒക്കെ ഇപ്പൊ വിലസുന്നുണ്ട്. അതിനനുസൃതമായ സൗകര്യം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. കേരളത്തിലൊരു സുശക്തമായ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, പോലീസ് കൃത്യമായിട്ട് ജാഗരൂകരായിട്ടുണ്ടെങ്കിൽ, IB-യുടെ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള സംസ്ഥാനത്തിനകത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ കേരളം കടന്ന് ഈ പണം അങ്ങനെ സുഖകരമായി ശോഭാ സുരേന്ദ്രൻ, ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പും സംസ്ഥാനത്തെ അവസ്ഥ. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന, അല്ലെങ്കിൽ ഈ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടികൾക്കൊക്കെ ഒരു പരിഹാരമായി നോട്ട് നിരോധനം കഴിഞ്ഞ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. അല്ല, അപ്പൊ കുഴൽപ്പണ ബിസിനസ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിലെന്ന് പൊതുസമൂഹത്തിനും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്കും അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇന്ത്യയിലും അത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെ, 5.5 കോടി രൂപ ഡൽഹിയിൽ എത്തുകയും ചെയ്തു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ആരാണ് ഈ സതീഷ് നായർ? കണ്ടുപിടിക്കണമല്ലോ. ആ സതീഷ് നായരുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ അറിയാത്ത ഒരു സതീഷ് നായർ ഈ വിഷയം നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ അന്വേഷണം നടത്തണമല്ലോ. ഏത് അന്വേഷണവും നടക്കണമെന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ കേരളത്തിലെ എല്ലാ അന്വേഷണങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു സർക്കാരുണ്ടെന്നൊക്കെയാണല്ലോ നിങ്ങളെപ്പോലുള്ളവർ വാദിക്കുന്നത്. അവർ അന്വേഷിച്ച് കണ്ടെത്തുന്ന, നിങ്ങളെയൊക്കെ ചിലപ്പോൾ പാരവയ്ക്കുന്ന അന്വേഷണമായിരിക്കും നടക്കുക. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള അന്വേഷണം നടത്താൻ നിങ്ങൾ തന്നെ മുൻകൈയിട്ട് ഇറങ്ങി വരുന്നതല്ലേ?
അല്ല, ഞങ്ങൾ മുൻകൈ ഇടാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ സാധാരണ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ തീരുമാനം. ഇത് ഹവാല ഇടപാടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. സാമ്പത്തിക ക്രമക്കേടാണ് ഇത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കുന്നതാണ്. ഈ കാര്യത്തിൽ ഡൽഹിയിലേക്ക് വേരുകൾ പോയിട്ടുണ്ട്. കേരളത്തിൽ കുഴൽപ്പണത്തിന്റെ ബിസിനസ്സുകാരും ഇപ്പോൾ ഉണ്ട് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? എന്താണ് ഇതിനെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ തീരുമാനം? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ എല്ലാവർക്കും വിശ്വസനീയമായ സുപ്രീം കോടതിയുടെ പോലും മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിലാണ് മിക്കവാറും ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും അനങ്ങുന്നില്ല എന്നുള്ളത് നിങ്ങളിൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക? അപ്പൊ കേരള ഗവൺമെന്റിന് ഒരു പണിയുമില്ലല്ലേ? കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചല്ലോ, അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. അല്ല, എന്തിനാ അത്രയും ഭയപ്പെടുന്നത്? എന്തിനാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? മഞ്ഞുമലയുടെ ഒരു തുമ്പല്ലേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്? വലിയ മഞ്ഞുമല നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഞാൻ തിരിച്ചു വരാം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ഡോക്ടർ പി കെ ബിജു, പിണറായി വിജയന് എന്താണ് തടസ്സം ഈ കേന്ദ്ര അന്വേഷണം നടത്തുന്നതിന് എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എങ്കിലും ചോദിക്കുന്നത്. ഡോക്ടർ ലാല്, വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. അവര് പറയുന്നത് രാജ്യത്ത് ഇങ്ങനെ ഒരു അഴിമതി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടന്നത് അത് അന്വേഷിക്കുന്നതിന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ഉത്തരവിടണം എന്നാണ്. എന്തൊരു വിരോധാഭാസമാണ്. ഞാൻ നിങ്ങൾക്കുള്ളൊരു അംഗീകാരമാണത്. പിണറായി വിജയനെ ദേശീയ ലെവലിൽ പ്രധാനമന്ത്രിക്കൊപ്പം കാണുകയാണ് ശ്രീമതി ശോഭാ. കള്ളനോട്ടടി പിടിച്ച സമയത്തും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പിണറായി 1 വർഷം ഭരിക്കുന്ന സ്ഥലത്തും കള്ളനോട്ടടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കേണ്ടെന്നാ. ഞാൻ ബഹുമാനത്തോടു കൂടി ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് പറയുന്നത്, RSSകാരും സംഘപരിവാരുകാരും BJPയും എവിടെയൊക്കെ കള്ളനോട്ടും അടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് വിവരം കൊടുത്താൽ ഞങ്ങൾ പിടിക്കും. പിന്നെ ഞങ്ങൾ അറിഞ്ഞു പിടിച്ച് ഈ കൊടുങ്ങല്ലൂരെ രാകേഷ് ഇപ്പം ജയിലിലാണ് കിടക്കുന്നത്. കുറേ ആളുകളുണ്ട്, 3-4 BJPക്കാർ ഇപ്പം തന്നെ പിടിച്ചിട്ടുണ്ട്. ഒറ്റയാളെ ഇതേപോലെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. രാജ്യത്ത് കള്ളനോട്ടടിയും പഴയ നോട്ടും എല്ലാമായി പിടിച്ച BJPയുടെ നേതാക്കന്മാരിലെ 30ഓളം കേസുകളിൽ ഗുജറാത്തിലും ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ്. അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ ഇത്ര ആളുകളാണ്. സതീഷ് നായർ അറിയില്ല, കണ്ണദാസിനെ അറിയില്ല, കുമ്മനത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് ശിവരാമനെ അറിയില്ല. ഇനിയിപ്പോൾ നാളെ ശോഭാ സുരേന്ദ്രൻ കുമ്മനത്തെ അറിയില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം കുമ്മനം കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ ഇരുന്ന ആളാണ്, ഇപ്പം മുഖ്യ പ്രതിയാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള എയിംസ് പോലും തടസ്സപ്പെടുത്തി സ്വകാര്യ മെഡിക്കൽ കച്ചവടം നടത്താൻ BJP എന്തിനാണ് ശ്രമിച്ചത് എന്നത് വ്യക്തമാവുകയാണ്. ഇത് ഒരു കാര്യം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇപ്പം കേരളത്തിലെ ഈ മെഡിക്കൽ വ്യവസായം കച്ചവടമാക്കി വലിയ തോതിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രനും അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടി അണികളുമെല്ലാം നല്ല നിലയിൽ കേരളത്തിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പം കുഴൽപ്പണത്തെ സംബന്ധിച്ച് പറഞ്ഞു, എന്തായിരുന്നു ഇവരുടെ പ്രഖ്യാപനം? നരേന്ദ്രമോദി ഗവൺമെൻറ് 1000-500 നിരോധിച്ചതോടുകൂടി രാജ്യത്ത് കള്ളപ്പണമില്ല, കള്ളനോട്ടില്ല, കുഴൽപ്പണമില്ല, ഹവാലയില്ല. പക്ഷെ ഇത് നടത്തുന്ന മുഴുവൻ BJPയും സംഘപരിവാരും അല്ലേ? അപ്പം രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ ആരാ? BJPയും സംഘപരിവാരും അല്ലേ? 1 കിലോ ബീഫ് കൈവച്ച് അവരെ രാജ്യദ്രോഹത്തിന്റെ പേരിൽ മുദ്രാവാക്യം കൈകാര്യം ചെയ്തവരെ 2 ലക്ഷം രൂപ കൂടുതൽ കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് 5,60,00,000 രൂപ ഇവിടെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അത് ചെറിയ കുറ്റമല്ല. ബിജുവിനോ എനിക്കോ ഡൊമിനിക്കിനോ ആർക്കും 2 ലക്ഷം രൂപയിൽ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് 5,60,00,000 രൂപ ഹവാല ഇടപാടിലൂടെ. തീർച്ചയായിട്ടും അതാണ് ഇഷ്യൂ. അത് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. രാജ്യദ്രോഹികളുടെ താവളമാക്കി മാറ്റുകയാണ്. ഇപ്പം 100 കോടി രൂപയുടെ പുതിയ പാർട്ടി ഓഫീസ് പണിയാനാണ് BJP ഇപ്പം നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ മണ്ഡലമായിട്ടുള്ള കുന്നംകുളത്ത് BJPയുടെ മണ്ഡലം കമ്മിറ്റി ഓരോ കടക്കാരനും നോട്ടീസ് കൊടുക്കുകയാണ്. നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് 50,000 മുതൽ 50 ലക്ഷം വരെയാണ്, അതുകൊണ്ട് തരണം. തട്ടുകടക്കാരന് വരെ കൊടുക്കുകയാണ്, കത്ത് കൊടുത്ത് കാശ് പിരിക്കുകയാണ്, 100 കോടി പിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ നാട്ടിലെമ്പാടും ഇങ്ങനെ കള്ളപ്പണക്കാരുമായും പണപ്പിരിവ് നടത്തുന്ന സംഘമായും
എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി BJP-യുടെ കേരള ഘടകം മാറിയിരിക്കുന്നു എന്നാണ് ഇന്ന് ദേശീയ തലത്തിൽ ഇതിനെ സംബന്ധിച്ച് BJP-യുടെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും ഞങ്ങളോട് ആശയവിനിമയം നടത്തുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത് താങ്കളും ശ്രദ്ധിച്ചു കാണും. അന്വേഷണം നടക്കട്ടെ, ഇത് പിണറായി വിജയൻ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ എന്നാണ് അവർ ഏക ആശ്വാസമായി കാണുന്നത്. എന്നാൽ അതേസമയം ഇനി വലിയ അന്വേഷണങ്ങൾ നടക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷവും അതിനു മുമ്പുള്ള 5 വർഷവും കണക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആരെ പേടിപ്പിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ആ പഴയ 5 വർഷത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് കാണേണ്ടത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഡോക്ടർ പി കെ ബിജു, താങ്കളിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോടാണ് ചോദ്യം. 8 വർഷവും അതിനു മുമ്പുള്ള അന്വേഷിക്കട്ടെ. ഇപ്പം UP 10 കൊല്ലം ഭരിച്ചു, അതും കൂടെ പെടുത്തിക്കോ. അങ്ങനെ 13 കൊല്ലമായിക്കോ, ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ വാദങ്ങളെ ഞാൻ കാണുന്നത്. എന്തൊരു ഇങ്ങനെ ഒരു സാമാന്യ ബുദ്ധിക്ക് നടക്കാത്ത കാര്യങ്ങൾ പറയാമോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഇത് ഹവാല ശ്രീ റോയ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഹവാലയായിട്ട് പണം അവിടെ എത്തി, പണം കൈപ്പറ്റിയല്ല പലരും. ആ കൈപ്പറ്റിയതിനെ കുറിച്ച് മാത്രമല്ല അന്വേഷിക്കേണ്ടത്, ഇതിൻ്റെ പിന്നിൽ ഏതായാലും ശരി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം കൊടുക്കേണ്ടത്. വേറൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ ഒരു കോളേജ് ശരിയാക്കി കൊടുത്തു. അപ്പോൾ അതിനും വാങ്ങിച്ചു കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇവരെ അപ്രോച്ച് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ചെയിനായിട്ടുള്ള സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അന്വേഷണമുണ്ട്, പക്ഷെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ 5, 10, 15 വർഷത്തെ ഇടപാട് ഉൾപ്പെടെയാണെങ്കിലും ഇത് കേന്ദ്രത്തിൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പാർലമെന്റിന്റെ, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അത് നടത്തിയെങ്കിൽ മാത്രമേ ഈ പകൽ കൊള്ള പുറത്തറിയാൻ പറ്റൂ. ഇന്ന് പകൽ വെളിച്ചത്തിൽ നടക്കുന്ന പല BJP-യുടെ മുഖങ്ങളും അതിൽ അവരുടെ കറുത്ത മുഖങ്ങളായിട്ട് മാറും എന്നൊരു സംശയം എനിക്കില്ല. ശ്രീ റോയ് മാത്യു, ഇപ്പോൾ BJP പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ വിഭാഗീയതയാണ്. MT രമേശിൻ്റെ പേര് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീശന് വേറെ താല്പര്യമുള്ളത് കൊണ്ടാണ്, അടുത്ത പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് MT രമേശിനെ കരിവാരി തേക്കാൻ വേണ്ടി പേര് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ചെർപ്പളശ്ശേരിയിൽ നിന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഉടമ അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്തകൾ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോർച്ച ആരാണ് നടത്തിയത്? ഈ റിപ്പോർട്ട് ആരാണ് ചോർത്തിയത്? അത് കുമ്മനത്തിൻ്റെ കയ്യിൽ നിന്നാണോ അതോ ശ്രീശൻ്റെ ആളുകളാണോ ചോർത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നതാണ് കേന്ദ്ര നേതൃത്വം പോലും വലിയ ഗൗരവമായി കാണുന്നത് എന്നാണ് വരുന്ന വാർത്ത. അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിൻ്റെ മറയിൽ ഈ കുംഭകോണത്തെ മാറ്റിക്കൊണ്ടുപോകുക എന്നൊരു തന്ത്രം ഇതിനകത്തുണ്ടോ? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യം എന്തു ആയിക്കോട്ടെ. ഇതിനകത്ത് ഒരു ശ്രദ്ധേയമായൊരു കാര്യം, BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K. സുരേന്ദ്രൻ ജൂലൈ 17-ാം തീയതി ഉച്ചയ്ക്ക് 2:45 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇനി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഈ അടുത്ത കാലത്ത് അംഗീകാരം കിട്ടിയ പല മെഡിക്കൽ കോളേജുകളും വലിയ കോഴ കൊടുത്താണ് അംഗീകാരം നേടിയെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ കച്ചവടം അവസാനിപ്പിക്കാനും ഇതിനെതിരെ പ്രതികരിക്കാനും എന്തുകൊണ്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരുന്നില്ല? സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ വലിയ പോരാട്ടം തന്നെ വേണ്ടിവരും. ഇത് കോൺഗ്രസ്സുകാരോ CPM-കാരോ പറഞ്ഞതല്ല, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ് ഈ റിപ്പോർട്ട് ചോർന്നത്, ഔദ്യോഗികമായി ചോർന്നത് ഇന്നലെയാണ് 20-ാം തീയതി, അല്ലെ മിനിഞ്ഞാന്നാണ് ചോർന്നിരിക്കുന്നത്. അതിന് 3 ദിവസം മുമ്പേ ഒരു പ്രവാചക ദൗത്യത്തോടു കൂടി തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഈ മെഡിക്കൽ കോളേജുകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കോടികളുടെ ഇടപാട് അഴിമതി നടക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഈ 20-ാം തീയതി ഈ കാര്യം ചോരാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് എവിടുന്ന ഒരു ഉൾവിളി ഉണ്ടായതുപോലെ. അതെ, അവർക്കറിയാമല്ല, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇത് ചെറിയ കാര്യമല്ല. വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈ അടുത്ത കാലത്ത് അംഗീകാരം കിട്ടിയ പല മെഡിക്കൽ കോളേജുകളിലും വലിയ കോഴ കൊടുത്താണ് അംഗീകാരം നേടിയെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. K. സുരേന്ദ്രൻ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കോഴ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ K. സുരേന്ദ്രൻ ഒരു ചെറിയ ആളല്ല, ഈ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് പാർട്ടി അന്വേഷിക്കുന്നില്ല? ഈ കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളും ശ്രീ റോയ് മാത്യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇതുവരെ K. സുരേന്ദ്രൻ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല. എങ്ങനെ നിഷേധിക്കും? അദ്ദേഹമാണ് ഉത്തരവാദിത്തത്തോടുകൂടി, ഒരു സാധാരണ പ്രവർത്തകനല്ല ഇത് പറയുന്നത്. RS രമേശിനെ പോലെ ഒരു ചെറിയ ഒരാളല്ല ഇത് K. സുരേന്ദ്രൻ പറഞ്ഞത്. K. സുരേന്ദ്രൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറഞ്ഞത്. ഇപ്പോഴും ആ പോസ്റ്റ് ഇവിടെ നിൽക്കുകയാണ്. ആ പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് പിൻവലിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
അപ്പൊ അവിടെയാണ് ഈ പാർട്ടിയിലെ പലർക്കും ഈ കൊള്ള നടക്കുന്നതിനെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹവാല ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത് പുറത്തു കൊണ്ടുവന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചിരുന്നത്. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തായാലും മാധ്യമങ്ങളെ പ്രൊവോക്ക് ചെയ്ത ഈ വാർത്ത സുരേന്ദ്രൻ പുറത്തേക്ക് വിടിയിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും സുരേന്ദ്രൻ ഇതൊരു മഞ്ഞുമലയുടെ അറ്റമാണ്. സുരേന്ദ്രൻ തന്നെയാണ് തുറന്നു വിട്ടത്. ഈ സുരേന്ദ്രൻ അറിയാം ഇതിനകത്ത് ആരൊക്കെയാണ് കൊള്ള നടത്തുന്നുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവരെ ഞാൻ ആ കാര്യത്തിൽ സുരേന്ദ്രന്റെ രാജ്യസ്നേഹത്തെ അംഗീകരിക്കുന്നു. കാരണം ഇത് വലിയൊരു കൊള്ള നടക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അപ്പൊ അതുകൊണ്ട് BJP ഇതിനകത്ത് കൈയെഴുകാൻ പറ്റത്തില്ല. സുരേന്ദ്രന്റെ രാജ്യസ്നേഹം ഇനിയുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസം സുരേന്ദ്രന് ആർജവമുള്ള നേതാവാണെങ്കിൽ ഇനി ആവശ്യപ്പെടേണ്ടത് എന്താണ്? ഈ ഹവാല ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കണം. ഇത് വലിയ കുറ്റമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇത് കേരളത്തിലെ കേവലം ഒരു മെഡിക്കൽ കോളേജിന് അനുമതി വാങ്ങിക്കുന്നതിനെ കുറിച്ച് അല്ല പ്രശ്നം. ഡോക്ടർ ബിജുവിനെ പോലുള്ള നേതാക്കന്മാർ ഇത് പാർലമെന്റിൽ ഈ ഇഷ്യൂ റേസ് ചെയ്യണം. ഇത് ഹവാല ഇടപാടാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇടപാടാണ് നടത്തിയത്. അതാരാണ്? ഭരണകക്ഷിയിൽപ്പെട്ടവരോ അല്ല CPM-കാരോ കോൺഗ്രസ്സുകാരോ അല്ല നടത്തിയത്. ഇവിടുത്തെ ഈ രാജ്യസ്നേഹം നമ്മളിലെല്ലാം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇത് നടത്തിയത്. അതുകൊണ്ടാണ് ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നത്. ശരി, ഡോക്ടർ PK ബിജു, അപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ ഇപ്പോൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് പനിയായതുകൊണ്ട്, കുമ്മനത്തിന് പനിയായതുകൊണ്ട് ആലപ്പുഴയിൽ കോർ കമ്മിറ്റി യോഗം നടന്നില്ല. നാളെ ഇപ്പോൾ ഭാരവാഹികളുടെ യോഗം നടക്കും. അവിടെ ഈ കാര്യങ്ങളൊക്കെ അവർ വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് അവസാനം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു എന്ന് നോക്കിയിരിക്കാനാണ് അവർ സാധ്യത. അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, മുഖം മിനുക്കാൻ വേണ്ടിയുള്ള ചില പുനഃസംഘടനാ കാര്യങ്ങൾ ചിലപ്പോൾ ആലോചിച്ചേക്കും. എന്തായാലും ഈ കാര്യത്തിൽ അന്വേഷിക്കാനൊന്നുമില്ല. അഥവാ അന്വേഷിക്കാനുണ്ടെങ്കിൽ ചോർന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ്. വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളും ചർച്ച ചെയ്യും. അങ്ങനെ കുംഭകോണം ഒരു സൈഡിൽ കൂടി വേറൊരു വഴിക്ക് പോകും. ഇവിടെ ശ്രീ റോയ് മാത്യു ഒക്കെ പറഞ്ഞ ഹവാലയൊക്കെ ഏതെങ്കിലും കാലത്ത് നരേന്ദ്രമോദി അദ്ദേഹത്തിന് തോന്നിയതുപോലെ ചെയ്യാനാണ് സാധ്യത. അവിടെ ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ ഡോക്ടർ PK ബിജുവും ടീമും ഏത് രീതിയിലാണ് മുന്നോട്ട് കാര്യങ്ങളെ കാണുന്നത്? ഡോക്ടർ ലാല്, ഇവിടെ ശ്രീ റോയ് മാത്യു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളിന്ന് പാർലമെന്റിൽ പറഞ്ഞത് BJP അല്ല, ഭാരതീയ ഹവാല പാർട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അറിയാം, തൃശ്ശൂരിലെ ചില നേതാക്കന്മാർ അവർക്ക് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് BJP നേതാക്കന്മാർ ഉണ്ടായതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്ന വിവരം അവർക്കറിയാം. ഞാനിപ്പോൾ ആരാണെന്നൊന്നും വ്യക്തമാക്കുന്നില്ല. കാരണം എങ്ങനെയാണ് BJPയുടെ നേതാക്കന്മാരുടെ വരുമാനമില്ലാതെ ഇത്രയധികം സമ്പത്തുണ്ടാകുന്നത്? ഇപ്പോൾ ഹവാല ഡൽഹിക്ക് മാത്രമല്ല, രാജ്യത്തിന് പുറത്തേക്കും അയക്കുന്നതിന് വേണ്ടി നല്ല സംവിധാനം BJPക്കുണ്ട്. അതാണ് ശ്രീ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞത്. ഹവാലയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് BJPക്കകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന നേതാവെന്ന നിലയിലാണ്. എന്തുകൊണ്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനും BJPയും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, രാജ്യത്തെ സംരക്ഷിക്കണം, രാജ്യദ്രോഹികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണം, അത് BJPക്കകത്തായാലും എന്ന സമീപനം സ്വീകരിക്കാത്തത്? കാരണം ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഈ കള്ളപ്പണത്തിൻ്റെയും അതുപോലെ കള്ളപ്രവർത്തികളുടെയും പിന്നിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിൽ ഞങ്ങൾ ഇനിയും ഈ ആവശ്യം ഉന്നയിക്കും. BJP ഗവൺമെന്റ് ഇതിന് തൃപ്തമായിട്ട് നടപടി സ്വീകരിക്കുന്നതുവരെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പിണറായി വിജയനല്ല ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. രാജ്യത്ത് നടക്കുന്ന ഇത്രയും സുപ്രധാനമായിട്ടുള്ള അഴിമതി അത് BJP നേതാക്കന്മാരോ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല. കാരണം രാകേഷ് ശിവരാമൻ എന്ന് പറയുന്ന ആള് ശ്രീ കുമ്മനത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് സതീഷ് നായർ. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഇവരാരും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ BJPക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. പിണറായി വിജയൻ ഇത് അന്വേഷിക്കട്ടെ. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയായി പിടിക്കും. അത് BJPയുടെ ഏത് ഘടകത്തിലുള്ള ആളുകളായാലും കേരളത്തിൽ അഴിമതി വെച്ച് പൊറിപ്പിക്കില്ല. അത് ഭരണതലത്തിൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനമായി ഒരു വർഷം കൊണ്ട് കേരളത്തെ മാറ്റിയിട്ടുണ്ട്. അഴിമതിയില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് BJPക്കാർക്കും ഇനി അഴിമതി നടത്തി സുഖജീവിതം നയിക്കാം എന്നുള്ള ധാരണ വേണ്ട. അവർക്ക് ജയിലിൽ പോയി ഗോതമ്പുണ്ട കഴിക്കേണ്ടി വരും. പിന്നെ കൊടുങ്ങല്ലൂരത്തെ ശ്രീ രാകേഷിന് പറ്റിയതുപോലെ കള്ളനോട്ടടിയും അതുപോലെ ഇതുപോലുള്ള നിർബന്ധിത പിരിവും നടത്തുന്നവർക്കെല്ലാം ഈ അനുഭവമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ അഴിമതി പ്രതിച്ഛായ പറഞ്ഞ് നടക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനാണ് സന്നദ്ധമാവേണ്ടത്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ കാര്യത്തിലാണ് രാജ്യത്തെ
ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ കൃത്യമായ നിലപാട് ലോക്സഭയിലും രാജ്യസഭയിലും കാണേണ്ടത്. അവിടെ ഇപ്പോൾ BJP ശ്രമിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലേക്ക് ഈ പ്രശ്നം വളർന്ന് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കരുത് എന്നതിനൊരു ശ്രമം നടത്തി നോക്കുകയാണ് ഇപ്പോൾ BJP. ആ കാര്യത്തിൽ തടസ്സമിട്ടുകൊണ്ട് BJP ഒരു പുനഃസംഘടനയിലൂടെ കേരളത്തിലെങ്കിലും പരിക്കേൽക്കാതെ പറ്റുമോ എന്ന് നോക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി ആഞ്ഞടിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ് മുന്നോട്ട് വരേണ്ട ഘട്ടമാണ്. അതിന് കൃത്യമായ നിലപാടുകൾ തന്നെയാണോ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഡൽഹിയിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അതിനൊരു സംശയം വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴീ ഇഷ്യൂ BJPയുടെ ഇന്റേണൽ മാറ്റർ അല്ല. ഇത് ഹവാല ഉൾപ്പെടെ വലിയൊരു അഴിമതി നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അലോട്ട് ചെയ്യുന്നതിൽ വന്നിരിക്കുന്നുവെന്ന് തീർച്ചയായില്ലേ? 70 തൊട്ട് 100 വരെ മെഡിക്കൽ കോളേജാണ് ഈ NDAയുടെ കാലത്ത് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കൊടുത്തു കഴിഞ്ഞു പല സ്റ്റേറ്റുകളിലും. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഇതുപോലെ വൻ കോടികൾ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനഫിഷ്യറീസ് BJPയുടെ ഡൽഹിയിലെ നേതാക്കളാണ്. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇപ്പം BJP ശ്രമിക്കുന്നത് അവരുടെ റിപ്പോർട്ട് പുറത്തായി അതിൻ്റെ പേര് നസീറിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഇത് കാശ് മേടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളെ പുറത്താക്കി. അതുകൊണ്ട് തീരുന്ന ഇഷ്യൂ അല്ലത്. ഇത് പാർലമെൻറ്റിൽ 2 സഭകളിലും ഇത് അലയടിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഈ വലിയ കൊള്ളയ്ക്ക് നമുക്ക് നീങ്ങിയേ മതിയാവൂ. ഈ നോട്ട് പിൻവലിക്കൽ പോലും അതിൻ്റെ പിന്നിൽ പോലും BJPയുടെ നേതാക്കൾ ഇന്ത്യ ഒട്ടാകെ കോടിക്കണക്കിന് രൂപ മാറിയെടുത്തു എന്ന അലിഗേഷൻ അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴും റിസർവ് ബാങ്കിന് ഗവർണർക്കും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഉണ്ടാക്കിയ ഏർപ്പാട് വഴി ഇന്ത്യ ഒട്ടാകെയുള്ള BJPയുടെ നേതാക്കൾ അഴിമതി നടത്തുന്നു. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ കഴിഞ്ഞ NDA ഗവൺമെൻറ് കാലത്ത് തന്നെ ഗ്യാസ് ഏജൻസി കൊടുത്തതിൽ, പെട്രോൾ ബങ്ക് കൊടുത്തു. ഇത് മാത്രമല്ല, എനിക്കറിയാം എറണാകുളത്ത് ഈ കഴിഞ്ഞ 3 വർഷമായി ചില ബിസിനസ്സുകാർ ഇപ്പോൾ അവരുടെ താവളം എറണാകുളത്ത് നിന്ന് ഡൽഹിക്ക് മാറ്റിയിരിക്കുകയാണ്. അവരാണ് പലതിൻ്റെ ഹോൾസെയിൽ ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇത് BJP കേരളത്തിൽ ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ പോലും അവർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുകയാണ്. എറണാകുളത്തെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പോലും ഞാൻ പറയാം, ഈയിടെ നമ്മുടെ MD രമേശ് അവിടെ സന്ദർശിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ താഴെ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് മുകളിലേക്ക് പോയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ഇവിടെ എല്ലാ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ BJPയുടെ കേരള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഇന്റേണൽ മാറ്റർ അല്ല, ഇത് വലിയ തരത്തിൽ അന്വേഷണം വേണം. അതുകൊണ്ട് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോടതികളുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ഉണ്ടായേ തീരൂ. അതിന് തീർച്ചയായിട്ടും കോൺഗ്രസ് ഡൽഹിയിലും മുൻകൈ എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ റോയ് മാത്യു, ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നോക്കൂ, BJP ആണ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പണമൊക്കെ വാങ്ങി ആരെങ്കിലും അറിയാത്ത, ആർക്കും പരിചയമില്ലാത്ത ചില മുഖങ്ങളാണോ ഈ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്? പണം തട്ടിക്കൊണ്ടു പോകേണ്ടത് എല്ലാവരും കാണുന്ന മുഖങ്ങളല്ലേ, എല്ലാവർക്കും അറിയാവുന്ന നേതാക്കളല്ലേ, അവരുടെ പേരൊന്നും അല്ലല്ലോ വന്നത് എന്ന തരത്തിലാണ് നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. കൃത്യമായ ഒരു പടച്ചട്ട അണിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം പോലെ തന്നെ ഇതാണ് മുമ്പിൽ വച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്താണ് ശ്രീ റോയ് മാത്യു കാണുന്നത്? BJPയുടെ ഒരു അഴിമതിയുടെ ഒരു യാത്ര എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ ഘട്ടം പരിശോധിച്ചാലും ഇത്തരത്തിൽ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നവർ ആരാണ്? അത് കൃത്യമായി ചില മുഖങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഈ കളി BJPയുടെ സ്വതസിദ്ധമായ രീതിയാണോ? അല്ല, BJP ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് വർത്തമാനം അറിയാനേ പറ്റുള്ളൂ. അതല്ലല്ലോ യാഥാർത്ഥ്യം. ഈ പാർട്ടിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന ഈ പുസ്തകം പാർട്ടിയുടെ 2 തവണ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. രാമൻപിള്ള എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 4 അധ്യായങ്ങളിൽ ഈ പാർട്ടിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഴിമതിയെക്കുറിച്ച്, പെട്രോൾ പമ്പ് ഇടപാട്, അതുപോലെ തന്നെ പെട്രോൾ പമ്പിൻ്റെ പേരിൽ നടത്തിയ കച്ചവടങ്ങൾ, PP മുകുന്ദൻ വോട്ട് കച്ചവടം നടത്തിയതിനെക്കുറിച്ച്, ഇങ്ങനെ ഈ പാർട്ടിയിൽ നടത്തിയ ഓരോ നേതാവുകളും നടത്തിയ ഇടപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. 2010 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇന്ന് വരെ ഈ പുസ്തകത്തിനെതിരായിട്ട് പാർട്ടി നിലപാട് സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിലെ സത്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് എഴുതിയ രാമൻപിള്ളയെ കൂടുതൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ ആരോപണ വിധേയരായാലും തയ്യാറായിട്ടില്ല. അതാണ് അതിന്റെ സത്യം. അതവിടെ നിൽക്കട്ടെ.
ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവർക്ക് ആരെയും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഒരു MP-യുടെ പ്രൈവറ്റ് സെക്രട്ടറി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? കണ്ണദാസ് എന്ന് പറയുന്നത് റിച്ചാർഡ് ഹേയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ അറിയത്തില്ലെന്ന് എങ്ങനെ പറയും? വഴിയെ പോകുന്ന ഒരാളെ അല്ലല്ലോ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MP-യുടെ പ്രൈവറ്റ് സെക്രട്ടറി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കണം? പിന്നെ കുമ്മനത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലെ നടക്കുന്ന രാകേഷ് ശിവരാമനെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ? അപ്പോൾ ഇതൊക്കെ അവർക്ക് തൽക്കാലം തടി വരാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന്റെ പേരിൽ നടക്കുന്ന കച്ചവടത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഞാൻ ചെറിയ കാര്യം കൂടെ ഈ പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കാനായി. ഇപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്, നമുക്ക് ബാങ്കിൽ പോയി നമ്മുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 ലക്ഷം രൂപ എടുക്കണമെന്നുണ്ടെങ്കിൽ 100 കടമ്പ കടക്കണം, ഇല്ലേ? ആ 2 ലക്ഷം രൂപയിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ മുതലാളി 5,60,00,000 രൂപ BJP നേതാക്കൾക്ക് കൊടുത്തത്. ഡീല് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ബാക്കി പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്. അതാണ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല. BJP-ക്കാർ പറയുന്ന കള്ളത്തരം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. ഈ 5,60,00,000 രൂപ കൊടുത്ത R. ഷാജി എന്ന് പറയുന്ന വർക്കലക്കാരൻ ഈ മെഡിക്കൽ കോളേജ് കിട്ടാൻ വേണ്ടിയാണ് പണം കൊടുത്തത്. ഇപ്പോഴും അദ്ദേഹം വർക്കലയിൽ നടത്തുന്ന ആ സ്ഥാപനത്തിന്റെ ബോർഡ് മെഡിക്കൽ കോളേജ് എന്നുള്ള ടൈറ്റിലിൽ തന്നെയാണ് കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നടന്നില്ലെങ്കിലും നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ പണം കൊടുക്കാതെ എങ്ങനെയാണ് ഈ ബോർഡ് വെക്കാൻ സാധിക്കുക? അല്ല, അതൊക്കെ ഈ ഏജൻസികൾ അന്വേഷിക്കണം. ഇതിനകത്ത് ഒരു കാര്യം, ഈ പണമിടപാടുകൾ കേരള ഗവൺമെന്റ് അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇത് എൻഫോഴ്സ്മെന്റ്, CBI, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഇന്റലിജൻസ് ബ്യൂറോ, ഇതൊക്കെ അന്വേഷിക്കണം. കാരണം ഇതൊരു ഹവാല നടന്നിരിക്കുന്ന ഇടപാടാണ്. കേരള ഗവൺമെന്റിന് എവിടെ പോയി അന്വേഷിക്കാൻ പറ്റും? ഇതൊക്കെ കേരള ഗവൺമെന്റ് അന്വേഷിച്ചാൽ എവിടെ വരെ പോകും ഈ സാധനം? കേരളത്തിൽ വിജിലൻസിന് പോലും പരിമിതികളുണ്ട്. ഈ പണം ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്. ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ അല്ല നടന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ആർജവത്തോടെ പറയണം, ഇത് അന്വേഷിക്കണം. ഞങ്ങൾ തെറ്റുകാരല്ലെങ്കിൽ BJPക്ക് പറയുന്നതിന് എന്താ? ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഭരിക്കുന്ന ആരാണ്? BJP ആണ്. കോൺഗ്രസ് CPM അല്ല. പക്ഷേ ശ്രീ റോയ് മാത്യു, ഈ കാര്യത്തിൽ BJPക്ക് അകത്തുള്ള വിഭാഗീയത അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഭാഗത്തിന്റെ പേര് മാത്രം പുറത്തേക്ക് വന്നുകൊണ്ട് ഈ രീതിയിൽ കുംഭകോണത്തിന്റെ അപ്പോസ്തലന്മാർ ആണ് ഇവരെന്ന് മറുഭാഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കാര്യത്തിൽ ആരാണ് നടപടിയെടുക്കുക? ഇനി മറുഭാഗത്തു നിന്നുള്ള കഥകൾ വരാനല്ലേ കാത്തു നിൽക്കുന്നത്? അതെ, അതാണല്ലോ സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ 17-ാം തീയതി നമുക്കെല്ലാം തന്ന സൂചന എന്താണ്? ഇവിടെ വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, അല്ലാതെ വേറെ സാധാരണക്കാർ ആരുമില്ല ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഇനിയും പല കഥകളും പറഞ്ഞു. ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ RS വിനോദ് പറഞ്ഞതാണ്, എന്നെ പുറത്താക്കിയാൽ ഞാൻ പല കഥകളും പുറത്തു വിടുമെന്ന്. അപ്പോൾ ഇത് ഇനിയും ഈ ദിവസങ്ങളിൽ പലതും വരും. ഈ പാർട്ടിയുടെ അകത്ത് നടന്ന ഒരുപാട് കൊള്ളയെക്കുറിച്ചുള്ള പല സൂചനകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് മാതൃഭൂമി പത്രത്തിലുണ്ട്, ഇവിടെ പല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് MD-മാരെയും ചെയർമാൻമാരെയും നിയമിക്കുന്നതിന് വേണ്ടിയുള്ള കച്ചവടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അത് സംബന്ധിച്ചുള്ള കഥകൾ വരും. അപ്പോൾ ഇവിടെ BJP ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? 2 കാര്യങ്ങളാണ് BJP ബോധ്യപ്പെടുന്നത്. ഞങ്ങൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടി രാജ്യസ്നേഹം ഉള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളൊക്കെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 2, ഈ ഡിമോണിറ്റൈസേഷന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന ഈ ഇടപാടുകൾ, കൈക്കൂലിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കൊടുത്താൽ മതിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കണം. ഈ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് BJP വ്യക്തതയോട് പറയേണ്ടത്. BJP ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഡോക്ടർ PK ബിജു, ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കേണ്ടിയിരുന്ന ആളാണ് ഈ BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട RS വിനോദ്. അദ്ദേഹം അല്പം മുമ്പ് ഫോൺ ചെയ്ത് എന്നെ അറിയിച്ചത് അദ്ദേഹത്തിന് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് വേറൊരു ചാനലിലേക്ക് പോകാനായി, കുറച്ചുകൂടി അവിടുത്തെ ചർച്ചകളിൽ പങ്കെടുക്കാനായി BJPയുടെ തന്നെ ഉന്നത നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ BJP പുറത്താക്കിയ ഇദ്ദേഹത്തെയാണോ BJPയുടെ നേതാക്കൾ ഇപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ ലാൽ, ഇപ്പം വിനോദിനെ പുറത്താക്കൽ മാത്രമല്ല, ഇപ്പം BJP ഇപ്പം നാളെ തീരുമാനിക്കാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ശ്രീ കുമ്മനം രാജശേഖരൻ ആരോപണം വന്ന സമയത്ത് അന്വേഷിക്കാൻ നിയോഗിച്ച 2 അംഗങ്ങളിൽ ഒരാളെ പുറത്താക്കുകയാണ്. രാജ്യത്ത് കേട്ടുകേൾവില്ലാത്ത അന്വേഷണ കമ്മീഷൻ അംഗത്തെ പുറത്താക്കുക, ആരോപണ വിധേയനായിട്ടുള്ള രമേശിനല്ല, അന്വേഷണ നടത്തിയിട്ടുള്ള കമ്മീഷൻ അംഗത്തെ പുറത്താക്കാനാണ് BJP പോകുന്നത്. ഇപ്പം വിനോദ് മാത്രമല്ല, കണ്ണദാസിനെ ഒഴിവാക്കിയെന്നാണ് ശ്രീ റിച്ചാർഡ് ഹേ MP ഞങ്ങളോടൊക്കെ സംസാരിച്ചോ പറഞ്ഞത്. കാരണം അത് BJPയുടെ കേരള ഘടകം നിയോഗിച്ച ആളാണ് കണ്ണദാസ്. റിച്ചാർഡ് ഹേക്ക് ബന്ധമില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്,
കേരളത്തിലെ BJP നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അത് പിന്നെ ഇന്നിപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് വന്നിരിക്കുന്നു. എന്ത് നടപടിയാണ് BJP ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കി നിൽക്കുന്നത്. വിശ്വാസ്യത BJPക്ക് പൂർണ്ണമായും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ നേരത്തെ ഡോക്ടർ PK ബിജുവിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ്. ഈ RS വിനോദിനെ ഇപ്പോഴും പുറത്താക്കിയിട്ടും ഈ BJP തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? ഈ RS വിനോദിനെ മുമ്പൊരിക്കൽ പുറത്താക്കിയതാണ്, ഈ പാർട്ടി ഓഫീസ് ആക്രമിച്ച കേസിൽ ഇദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അദ്ദേഹത്തെയും JR പത്മകുമാറിനെയും പുറത്താക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴിതാ പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹം എങ്ങോട്ട് പോകണം, എങ്ങനെ ഇരിക്കണം, എവിടെ കിടക്കണം എന്നുള്ളത് ഇപ്പോഴും BJPയുടെ നേതാക്കൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ PK ബിജു, ഇപ്പോൾ ഈ കോഴ വിവാദത്തിൽ മുഖം പോയി നിൽക്കുന്ന സംസ്ഥാനത്തെ BJP മുഖം മിനുക്കിക്കൊണ്ട് ചില പുനഃസംഘടനയൊക്കെ നടത്തി. കോൺഗ്രസ് ഒക്കെ ഇടയ്ക്ക് പുനഃസംഘടന നടത്താറുള്ളത് നമ്മൾ കേൾക്കാറുള്ളതാണ്. അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയട്ടെ, അതുമായിട്ട് ഇതിനെന്താണ് താരതമ്യമെന്ന്. ഇങ്ങനെ ഒരു പുനഃസംഘടനയിലൂടെ ഈ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആലോചനകളാണ് നാളത്തെ ഈ ഭാരവാഹികളുടെ യോഗത്തിൽ നടക്കാൻ സാധ്യത എന്നാണ് അറിയുന്നത്. ഈ യോഗത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, CPMന്റെ പ്രതിനിധി എന്ന നിലയിൽ ഡോക്ടർ PK ബിജു വളരെ ഗൗരവമായി കാണുന്നുണ്ടോ? ഡോക്ടർ ലാൽ BJP അടിമുടി അഴിമതി ഗ്രസിച്ചിരിക്കുകയാണ്. അവരെവിടെ മുറിച്ചു മാറ്റാൻ കഴിയുന്ന, അവർക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഉത്തർപ്രദേശിൽ ചെയ്തതുപോലെ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു പാനൽ നിയമസഭയിൽ അവതരിപ്പിച്ച് വിജയിച്ചല്ലോ. അതുപോലെ AK നസീറിനെ പോലുള്ള ന്യൂനപക്ഷ സെല്ലൊന്നും ഇനി BJP ആവശ്യമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പുറത്താക്കാം. അതിനപ്പുറത്തേക്ക് BJP കടന്നു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അഴിമതി താഴെ മുതൽ മുകളിൽ വരെ കേരളത്തിൽ എവിടെ അഴിമതിക്കാരുണ്ടോ അവരെല്ലാം BJP പാർട്ടിയിലേക്ക് ചേർത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലെ BJP. അതുകൊണ്ട് മുഖം മിനുക്കൽ കൊണ്ട് കേരളത്തിലെ BJPക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ഇടനിലക്കാരായി കേരളത്തിൽ ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാൻ കേരളത്തിലെ BJPക്ക് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡോക്ടർ ബിജു, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഡോക്ടർ സമ്പത്തും ബിജുവും MP രാജേഷും ഒക്കെ ലോക്സഭയിൽ വല്ലാതെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരം കിട്ടുന്നതിന് വരുന്ന ദിവസങ്ങളിൽ BJPയെ കൊണ്ട്, നരേന്ദ്രമോദിയെ കൊണ്ട്, സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴുള്ളത്? അല്ല ഡോക്ടർ ലാൽ, ഇപ്പം ഭൂരിപക്ഷം BJPക്ക് ലോകസഭയിലുണ്ടല്ലോ, നമുക്കറിയാം. മഹാഭൂരിപക്ഷം BJP പാർലമെന്റ് അംഗങ്ങളാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോൺഗ്രസിനോട് പൂർണ്ണമായും രാജ്യത്ത് BJP നടത്തിയിട്ടുള്ള ഈ അഴിമതിക്കെതിരായി രംഗത്ത് വരണമെന്നാണ്. പക്ഷേ കോൺഗ്രസ് പൂർണ്ണമായും വരുന്ന സാഹചര്യം കാണുന്നില്ല. കാരണം അഴിമതി കാര്യം ഉയർത്തി പാർലമെന്റ് ഒരു ചർച്ച ചെയ്യാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം അവർ നടത്തിയ അഴിമതി അവർക്കൊരു പാരയായി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിപ്പിച്ച് പ്രതിപക്ഷം എന്ന നിലയിൽ രാജ്യത്ത് ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ ലോകസഭയിലും രാജ്യസഭയിലും ഉയർത്താനും പുറത്തും ഇത് ഏറ്റെടുക്കാനുമാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഏറ്റവും അവസാനമായി ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ച ചോദ്യം അതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന RS വിനോദിനെ BJPയുടെ നേതാക്കളാണ് ഇപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എങ്ങോട്ടേക്ക് പോകണം, എവിടെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും പുറത്താക്കിയിട്ടും അവർ തന്നെയാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. BJPയുടെ ഉറ്റ തോഴനായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അദ്ദേഹത്തെ അവർക്ക് പുറത്താക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് അറിയാമല്ലോ എന്താ ഏർപ്പാടെന്നുള്ളത്. ഇവരൊക്കെ അറിഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ അവരുടെ രാജ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് കേട്ടു, ഞങ്ങൾ ആക്ഷൻ എടുത്തെന്നാണ്. എന്ത് ആക്ഷൻ? അദ്ദേഹത്തെ പുറത്താക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലവർക്ക് കളയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവർ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി, ഇപ്പൊ മാത്രമല്ല വാജ്പേയിയുടെ കാലത്ത് പോലും ഇദ്ദേഹം രംഗത്തുള്ളതാണ്.
അപ്പൊ ഇവരെ കാലത്ത് പോലും ഇദ്ദേഹം രംഗത്തുള്ള ആളാണ്. അപ്പൊ ഇവരെ NDAയുടെ ഭരണം വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചാണ് ഒരു പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വിനോദിനെ പോലുള്ളവരെ തള്ളിപ്പറയാൻ കഴിയില്ല. തൽക്കാലം പൊടിയിടും, സസ്പെൻഡ് ചെയ്യുമെന്ന് പറയും, പക്ഷെ അവർക്ക് കളയാൻ കഴിയില്ലെന്ന് എൻ്റെ വിശ്വാസം. ശരി, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ നിലയ്ക്ക് നാളത്തെ ഭാരവാഹികളുടെ യോഗത്തിൽ എന്ത് അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ PK ബിജു, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ,